ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ ഇന്ന് ക്രിസ്മസ്. ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകളും പാതിര കുർബാനയും നടന്നു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിലാണ്. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ പ്രത്യേക ശുശ്രൂഷകളും പാതിര കുർബാനയും നടന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ്. മതപരമായ പ്രാധാന്യത്തിനപ്പുറം യേശു പഠിപ്പിച്ച സ്നേഹം, ക്ഷമ, അനുകമ്പ എന്നിവയുടെ സാർവത്രിക മൂല്യങ്ങളും ഈ ദിവസം ഉൾക്കൊള്ളുന്നുണ്ട്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്തുമസായി ആചരിക്കാൻ തുടങ്ങിയതെന്നാണ് ഏറ്റവും പ്രബലമായ വാദം. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ 25-ന് തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായി ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. 24-ന് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും. ക്രിസ്മസ് നാളുകളിൽ സമ്മാനവുമായി എത്തുന്ന സാന്താക്ലോസിനായും കുട്ടികൾ കാത്തിരിക്കാറുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളാസ് എന്ന പുണ്യചരിതനാണ് സാന്താക്ലോസായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. ഡിസംബർ 6-നാണ് വിശുദ്ധ നിക്കോളാസിന്റെ അനുസ്മരണ ദിനം. ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് മാനുകൾ വലിക്കുന്ന തെന്നുവണ്ടിയിൽ പുഞ്ചിരിച്ചുകൊണ്ടുവരുന്ന നരച്ച മുടിയും താടിയുമുള്ള സാന്താക്ലോസ് ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയുടെ അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് വിശ്വാസം. KCVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.